വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഡൽഹി എന്ന് പറയേണ്ടി വരും. കാരണം ഡിസംബറിലൊക്കെ സാധാരണ തണുപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ തണുപ്പിനോടൊപ്പം തന്നെ വിഷപ്പുക ഈ ഡൽഹിയെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ദീപാവലിക്ക് ശേഷം കാര്യമായ മഴയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ പൊല്യൂഷൻ, ഈ മലിനീകരണം ഓരോ ദിവസം കഴിയുന്തോറും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തന്നെ കേന്ദ്ര മലിനീകരണ ബോർഡ് രാവിലെ പുറത്തിറക്കിയിരിക്കുന്ന അറിയിപ്പ് പ്രകാരം ഡൽഹിയിലെ വായു ഗുണനിലവാരം അതീവ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പലയിടത്തും AQI 400-നും പുറത്താണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ AQI 3-4 മടങ്ങ് കൂടുതലാണ് ഇപ്പോൾ ഡൽഹിയിൽ എന്നതാണ്. ഈ വ്യാപകമായ തോതിൽ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ജനങ്ങളൊക്കെ ഈ ആശുപത്രികളിലൊക്കെ ചികിത്സ തേടുന്നുണ്ട്. ഇന്ന് ഡൽഹിയിലിറങ്ങിയ ചില ദിനപത്രങ്ങളിലൊക്കെ പറയുന്നത് പല ആശുപത്രികളിലും ഈ റെസ്പിറേറ്ററി അസുഖങ്ങളുമായി എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് എന്നതാണ്. ഈ പുകമഞ്ഞ് കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാഴ്ച പരിധിയിൽ വളരെ കുറവുണ്ടായിട്ടുണ്ട്. കാരണം ഈ പുകയും മഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ഈ പലയിടത്തും കാഴ്ച പരിധി 50 മീറ്ററിലൊക്കെ താഴെയാണ്. അതുകൊണ്ട് തന്നെ കാണുന്ന പുകമഞ്ഞ് ഒന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കാമെന്ന് തോന്നുന്നു. ക്യാമറമാനോട് അതൊന്ന് പറഞ്ഞെങ്കിൽ ആ കാഴ്ചയും കൂടി നമുക്ക് കാട്ടിക്കൊടുക്കാം. അതെ, നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് തന്നെ കാണാം ഈ പുറത്ത് വ്യാപകമായ തോതിൽ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ ഇപ്പോൾ 8:30 ആയെങ്കിൽ പോലും ഈ പുകമഞ്ഞിൽ യാതൊരു തരത്തിലുള്ള കുറവും ഇല്ല. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ആണെങ്കിൽ വ്യാപകമായി, കാരണം തൊട്ടടുത്തുള്ള ഈ ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ പോലും നമുക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ അന്തരീക്ഷത്തിൽ ഈ വ്യാപകമായ തോതിൽ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. സാധാരണ ഈ വിന്റർ സീസൺ, അതായത് ഈ ശൈത്യകാലമൊക്കെ എത്തുമ്പോൾ ഡൽഹിയിൽ ഈ മഞ്ഞുണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ മഞ്ഞിലെ ഈ പുക കൂടിയുള്ള വിഷപ്പുക കൂടി അടങ്ങിയ മഞ്ഞാണ് ഉള്ളത്. അതാണ് ഈ അന്തരീക്ഷ മലിനീകരണം ഇത്രത്തോളം വ്യാപകമാകാൻ ഉള്ള കാരണം.